പ്രമേഹമുള്ളവർ അന്നജം കുറഞ്ഞതും എന്നാൽ പോഷകങ്ങൾ ധാരാളം അടങ്ങിയ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ആരോഗ്യകരവും സമീകൃതവുമായ ഭക്ഷണക്രമത്തിലൂടെ പ്രമേഹം നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും. ഇതിലൂടെ ഹൃദ്രോഗം, വൃക്കരോഗം, മറ്റ് ആരോഗ്യ സംബന്ധമായ സങ്കീർണതകൾ എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കാനും കഴിയും. പ്രമേഹമുള്ളവർക്ക് മിക്ക ഭക്ഷണങ്ങളും കഴിക്കാം. എന്നാൽ അവയിൽ കഴിക്കാൻ പാടില്ലാത്ത അഥവാ പ്രമേഹമുള്ളവർ ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. പ്രമേഹമുള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളിലൊന്നാണ് മൈദ. മൈദ ഉപയോഗിച്ചുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. വൈറ്റ് ബ്രെഡ്, സമൂസ, പിസ്സ, ഭട്ടൂര തുടങ്ങിയ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവിന് കാരണമാകും. മൈദയ്ക്ക് കൂടുതൽ നേരം വയറു നിറഞ്ഞ ഫീലിംഗ് വരുത്താൻ കഴിയില്ല. കാരണം ഇതിൽ ഫൈബർ ഒട്ടുമില്ലാത്തത് കൊണ്ട് ഇത് വിശപ്പിനെ ഉത്തേജിപ്പിക്കുകയും അമിതമായി ഭക്ഷണം കഴിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. കൂടാതെ മൈദയിൽ ഉയർന്ന കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. പക്ഷേ ശരീരത്തിന് ഈ ഇൻസുലിൻ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് ശരീരഭാരം വർദ്ധിച്ച് അമിതവണ്ണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. കൂടാതെ മൈദയ്ക്ക് ഉയർന്ന ഗ്ലൈസീമിക് സൂചികയാണുള്ളത്. ഇതും ബ്ലഡ് ഷുഗർ കൂടുന്നതിനുള്ള ഒരു കാരണമാണ്. ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാതിരുന്നാൽ ഹൃദ്രോഗം, കാഴ്ചക്കുറവ്, വൃക്കരോഗം എന്നിവ പോലുള്ള പാർശ്വഫലങ്ങളിലേക്ക് നയിച്ചേക്കാം. അതിനാൽ പ്രമേഹമുള്ളവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ മൈദ ഉപയോഗിച്ചുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. അടുത്തത് പഞ്ചസാര. ശീതളപാനീയങ്ങൾ, മധുരപലഹാരങ്ങൾ, സോഡ എന്നിവ പ്രമേഹമുള്ളവർ ഉപയോഗിക്കരുത്. കാരണം ഇവയിൽ മധുരം ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ഇവ പ്രമേഹമുള്ളവർ പൂർണ്ണമായും ഒഴിവാക്കണം. പ്രമേഹമുള്ളവർക്ക് ഏറ്റവും അപകടമാണ് പഞ്ചസാര. കാർബോഹൈഡ്രേറ്റുകൾ ഉയർന്ന അളവിലുള്ളത് കൊണ്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലുള്ള മധുരപാനീയങ്ങളും ഒഴിവാക്കണം. കൂടാതെ ഇൻസുലിൻ പ്രതിരോധം, പ്രമേഹം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഫ്രക്ടോസും ഇവയിൽ അടങ്ങിയിരിക്കുന്നു. ഇത്തരം പാനീയങ്ങൾ കഴിക്കുന്നത് ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾ പ്രമേഹമുള്ളവർക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. കൂടാതെ പഞ്ചസാര പാനീയങ്ങളിലെ ഉയർന്ന ഫ്രക്ടോസ് വയറിലെ കൊഴുപ്പിനെ കൂട്ടുകയും ഇത് പല ഉപാചയ മാറ്റങ്ങളായ ചീത്ത കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് എന്നിവയിലേക്കും നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ മധുരപലഹാരങ്ങളും ശീതളപാനീയങ്ങളും ഒഴിവാക്കുക. അടുത്തത് ട്രാൻസ് ഫാറ്റ്. എല്ലാ കൊഴുപ്പുകളും ഒരുപോലെയല്ല. കൊഴുപ്പുകൾ എന്ന് പറഞ്ഞാൽ നല്ല കൊഴുപ്പുകളുമുണ്ട്, ചീത്ത കൊഴുപ്പുകളുമുണ്ട്. നല്ല കൊഴുപ്പ് ശരീരത്തിന് ആവശ്യമാണ്. കൊഴുപ്പിനെ നമുക്ക് മൂന്നായി തിരിക്കാം. ഒന്ന് പൂരിത കൊഴുപ്പുകൾ എന്ന് പറയുന്ന സാച്ചുറേറ്റഡ് ഫാറ്റ്. അടുത്തത് അപൂരിത കൊഴുപ്പുകൾ എന്ന് പറയുന്ന മോണോ സാച്ചുറേറ്റഡ് ഫാറ്റും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റുമാണ്. മൂന്നാമത്തതാണ് ട്രാൻസ് ഫാറ്റ്. ഈ മൂന്ന് വ്യത്യസ്ത തരം കൊഴുപ്പുകളാണുള്ളത്. ഇതിൽ ട്രാൻസ് ഫാറ്റാണ് അപകടകാരി. ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ വറുത്ത ഭക്ഷണങ്ങൾ, ബേക്ക് ചെയ്ത സാധനങ്ങൾ, സംസ്കരിച്ച ലഘുഭക്ഷണങ്ങൾ, ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്നത് ട്രാൻസ് ഫാറ്റ് ആണ്. അതിനാൽ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ പ്രമേഹമുള്ളവർ ഒഴിവാക്കണം. കാരണം ഇവയിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും കൂടുതലായി അടങ്ങിയിട്ടുണ്ട്. ഇവ ശരീരഭാരം കൂടാൻ കാരണമാകും. ശരീരത്തിൽ കൊഴുപ്പടിയുന്നത് മൂലം ഇൻസുലിൻ പ്രതിരോധമുണ്ടാകാനും തന്മൂലം പ്രമേഹം വരാനും കൂടാനുമുള്ള സാധ്യതയുണ്ട്. ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് അങ്ങേയറ്റം അനാരോഗ്യകരമാണ്. ട്രാൻസ് ഫാറ്റ് നേരിട്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തുന്നില്ല. പക്ഷേ ഇവ ഇൻസുലിൻ പ്രതിരോധത്തിനും വയറിലെ കൊഴുപ്പ് കൂടുന്നതിനും HDL എന്ന് പറയുന്ന ഗുഡ് കൊളസ്ട്രോൾ അളവ് കുറയ്ക്കുക, ധമനികളുടെ പ്രവർത്തനം കുറയ്ക്കുന്നതിനുമൊക്കെ കാരണമാകും. അതിനാൽ പ്രമേഹമുള്ളവർക്ക് ഹൃദ്രോഗ സാധ്യത പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ട്രാൻസ് ഫാറ്റുകൾ ഒഴിവാക്കുക. ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. അടുത്തത് ഫ്ലേവർ ചേർത്ത തൈര്. പ്രമേഹമുള്ളവർക്ക് സാധാരണ തൈര്, അതായത് ഒരു ഫ്ലേവറും ചേർക്കാത്ത തൈര് നല്ല ഭക്ഷണമാണ്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഫ്ലേവർ ചേർത്ത തൈര് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാര വർദ്ധിപ്പിക്കും. പഞ്ചസാര അടങ്ങിയ തൈരിനു പകരം പഞ്ചസാരയില്ലാത്ത കൊഴുപ്പ് കുറഞ്ഞ തൈര് കഴിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ വിശപ്പ് കുറയ്ക്കാനും വെയിറ്റ് കുറയ്ക്കാനും കൂടുതൽ ആരോഗ്യത്തിനുമൊക്കെ ഗുണം ചെയ്യും. അതിനാൽ ഫ്ലേവർ അടങ്ങാത്ത തൈര് മാത്രം ഉപയോഗിക്കുക. ഫ്ലേവറുള്ള തൈരുകൾ ഒഴിവാക്കുക. അടുത്തത് ഫ്രഞ്ച് ഫ്രൈസ്. ആരോഗ്യകരമായ ശരീരത്തിന് ഒഴിവാക്കേണ്ട ഒരു ഭക്ഷണമാണ് ഫ്രഞ്ച് ഫ്രൈസ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ ഇതൊരിക്കലും കഴിക്കരുത്. ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചാണ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത്. ഉരുളക്കിഴങ്ങിൽ കാർബോഹൈഡ്രേറ്റുകൾ മറ്റുള്ള ഭക്ഷണത്തേക്കാൾ താരതമ്യേന കൂടുതലാണ്. ഒരു ഇടത്തരം ഉരുളക്കിഴങ്ങിൽ 37 ഗ്രാം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നു. വറുത്ത ഭക്ഷണങ്ങളിൽ AGE ആൽഡിഹൈഡുകൾ പോലുള്ള ഉയർന്ന അളവിൽ ദോഷകരമായ സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വീക്കം കൂട്ടുകയും പ്രമേഹ രോഗസാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതിനാൽ ഇത്തരം ഭക്ഷണങ്ങൾ ഷുഗറുള്ളവർ ഒഴിവാക്കുക.
അപ്പോൾ ഇതൊക്കെയാണ് ഷുഗറുള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ. ഷുഗറുള്ളവർ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുക. അതല്ല നിങ്ങൾ വല്ലപ്പോഴുമാണ് കഴിക്കുന്നതെങ്കിൽ അമിതമായി ഒരിക്കലും ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്